പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരള കായംകുളം BRC ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയുള്ള മെഡിക്കൽ ബോർഡിന്റെ വൈദ്യപരിശോധന ക്യാമ്പ് നടന്നു. കായംകുളം ഹരിപ്പാട് BRC പരിധിയിലുള്ള ശാരീരിക വൈകല്യവും കേൾവി വൈകല്യവുമുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്യാമ്പാണ് സംഘടിപ്പിച്ചത്. കായംകുളം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനിമോൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളം കായംകുളം BRC ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് വേണ്ടി മെഡിക്കൽ ബോർഡിന്റെ വൈദ്യ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കായംകുളം ഹരിപ്പാട് BRC പരിധിയിലുള്ള ശാരീരിക വൈകല്യവും കേൾവി വൈകല്യവുമുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്യാമ്പാണ് സംഘടിപ്പിച്ചത്. കായംകുളം താലൂക്ക് ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ക്യാമ്പിന് നേതൃത്വം നൽകി. ഓർത്തോ വിഭാഗത്തിൽ ഡോക്ടർ അനു അഷ്റഫ്, ENT വിഭാഗത്തിൽ ഡോക്ടർ A ആനന്ദ് എന്നിവർ ക്യാമ്പ് നയിച്ചു. ഇരു വിഭാഗങ്ങളിലുമായി 100ഓളം കുട്ടികൾക്ക് ക്യാമ്പിന്റെ പ്രയോജനം ലഭിച്ചതായി അധികൃതർ പറഞ്ഞു. കായംകുളം ഹരിപ്പാട് സബ് ജില്ലകളിൽ അസ്ഥി വൈകല്യമുള്ള 57 വിദ്യാർത്ഥികളും കേൾവി സംസാര വൈകല്യങ്ങളുള്ള 21 കുട്ടികളുമാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. മെഡിക്കൽ ബോർഡ് നിർദ്ദേശമനുസരിച്ചാണ് കുട്ടികൾക്ക് ആവശ്യമായ സഹായ ഉപകരണങ്ങൾ, മറ്റ് തെറാപ്പി സൗകര്യങ്ങൾ, അലവൻസുകൾ എന്നിവ നൽകിയത്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ അധ്യാപകർ സ്ക്രീനിംഗ് നടത്തിയാണ് കുട്ടികളെ കണ്ടെത്തിയത്. ജില്ലാ അടിസ്ഥാനത്തിൽ നടന്നിരുന്ന മെഡിക്കൽ ബോർഡ് ഇക്കുറി BRC തലത്തിലായത് കുട്ടികളുടെയും രക്ഷകർത്താക്കളുടെയും ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ സഹായകരമായെന്നും അധികൃതർ അറിയിച്ചു. കായംകുളം BRC ഓട്ടിസം സെന്ററിൽ കായംകുളം നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ S കേശുനാഥിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനിമോൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ മക്കൾക്ക് ഒരുപാട് സംവിധാനങ്ങൾ സംസ്ഥാന സർക്കാർ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. കായംകുളം നഗരസഭയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന രൂപത്തിൽ ഭിന്നശേഷി കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ സ്കോളർഷിപ്പ്, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ, അവർക്ക് ആവശ്യമായി വരുന്ന ഉപകരണങ്ങൾ, ഇതുപോലെ ക്യാമ്പുകളടക്കം സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തി വരാറുണ്ട്. കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഇത്തരത്തിലുള്ള ഉപാധികൾ ആവശ്യമെങ്കിൽ മെഡിക്കൽ ബോർഡിന്റെ അടക്കം ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് പ്രവർത്തനം ആസൂത്രണം ചെയ്തു വരികയാണ്. അവിടെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഹയർ സെക്കൻഡറി തലം വരെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഇവിടെ ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നത്. 80ഓളം കുഞ്ഞുങ്ങളാണ് ഇന്നിവിടെ എത്തിച്ചേർന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. പല മേഖലയിലുള്ള കൗൺസിലേഴ്സ് വരാറുണ്ട്, ഡോക്ടേഴ്സ് വരാറുണ്ട്, സാമൂഹ്യ പ്രവർത്തകർ വരാറുണ്ട്. അങ്ങനെയുള്ള ഒട്ടനവധി ആളുകൾ വരുമ്പോൾ അവരുടെ അനുഭവങ്ങൾ കൂടി നമ്മൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് ഒരുപാട് ഗുണകരമായ അനുഭവങ്ങളാണ്. അതിൽ നിന്നൊക്കെ നമുക്ക് നേടാൻ കഴിയുന്നത്. അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് പ്രാവർത്തികമാക്കാനൊക്കെ കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ നന്മയുടെ ഭാഗമായി അത് മാറിത്തീരും. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം നമ്മൾ അതിനു വേണ്ടി ചെലവഴിക്കാറുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് അഡാപ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ തരത്തിൽ നമ്മുടെ മെറ്റീരിയൽസിനെ അഡാപ്റ്റ് ചെയ്തുകൊണ്ട് എല്ലാ വിഭാഗം കുഞ്ഞുങ്ങൾക്കും സ്വീകരിക്കാവുന്ന തരത്തിലേക്ക് പഠന ലക്ഷ്യങ്ങളെ, പഠന വിനിമയത്തെ ലളിതവൽക്കരിക്കുക എന്നുള്ള ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഈ അവസരത്തിൽ നന്ദി പറയേണ്ടത് നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിനോടാണ്. മെഡിക്കൽ ബോർഡിൻ്റെ കാര്യം ആവശ്യപ്പെട്ടപ്പോൾ തന്നെ അത് ചെയ്തു തരാൻ, അതായത് കേരളത്തിൽ എനിക്ക് തോന്നുന്നു മറ്റ് പല ജില്ലകളും മെഡിക്കൽ ബോർഡ് റിക്വസ്റ്റ് ചെയ്തെടുക്കൽ പലർക്കും അതിങ്ങനെ ഒരു ഘട്ടത്തിൽ നിൽക്കുന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് കൃത്യമായി നൽകിയിട്ടുണ്ട്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർക്കും രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കും ഏറെ സൗകര്യപ്രദവും സന്തോഷകരവുമായ അവസ്ഥയാണ്. നമ്മളിവിടെ വെച്ച് ഈ മെഡിക്കൽ ബോർഡ് കൂടാനായതിൽ മനോജ് സാർ പറഞ്ഞതുപോലെ സന്തോഷമുണ്ട്. കൂടുതൽ ദീർഘിക്കുന്നില്ല. ഇവിടെ രാവിലെ ഈ ഹാൾ നിറഞ്ഞ് ആളുകളായിരുന്നു. 3-4 ഡോക്ടർമാരുടെ 3-4 കൗണ്ടറുകളിലേക്ക് അപ്പുറത്തെ സ്പീച്ച് സെൻറ്റർ ഉൾപ്പെടെയുള്ളവർക്ക് രക്ഷകർത്താക്കൾ പോയിരിക്കുകയാണ്. എൻ്റെ ഒരു 30 വർഷത്തെ എക്സ്പീരിയൻസിൽ ഈ കേൾവി കുറവുള്ളവരും സംസാര വൈകല്യമുള്ളവരും ഓട്ടിസമുള്ള പല കുട്ടികളും നമ്മൾ കരുതപ്പെടുന്ന നോർമൽ കുട്ടികളെക്കാട്ടി എത്രയോ നല്ല പിള്ളേരാണെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അവർക്കൊരു ചെറിയൊരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത് ഈ ട്രെയിനിങ് സെൻറ്ററിനെയും ടീച്ചേഴ്സിനെയും ഡോക്ടർമാരെയും ഡിപ്പെൻഡ് ചെയ്യാതെ രക്ഷകർത്താക്കൾ തന്നെ മുൻകൈ എടുക്കുക. അങ്ങനെ വരുമ്പോൾ മാത്രമേ ശരിക്കും ഡോക്ടേഴ്സിനും ടീച്ചേഴ്സിനും നിങ്ങളെ സഹായിക്കാൻ പറ്റത്തുള്ളൂ. കായംകുളം BPC ബിന്ദുമോൾ V സ്വാഗതം പറഞ്ഞു. ആലപ്പുഴ ജില്ലാ പ്രോഗ്രാം ഓഫീസർ മനോജ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ ഷീബ, സുധർമ്മ രഘു എന്നിവർ സംസാരിച്ചു. BRC സ്റ്റാഫ് സെക്രട്ടറി V അനിൽ ബോസ് നന്ദി പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.